الحمد لله حمدا كثيرا طيبا مباركا فيه نحمده ونستعينه ونستغفره ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوة والأخوات أوصيكم وإياي أولا بتقوى الله يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم ثم إنكم بعد ذلك لميتون ثم إنكم يوم القيامة تبعثون ബഹുമാന്യരായ സഹോദരങ്ങളെ, സഹോദരിമാരെ, സത്യവിശ്വാസികളെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കാരുണ്യവും അനുഗ്രഹവും നേടിയെടുക്കുന്നതിൽ ഏറെ താല്പര്യത്തോടെ അവൻ്റെ നിയമനിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിച്ച് സത്യവിശ്വാസത്തിൻ്റെ മധുരവുമായി കൊണ്ട് ലോകത്തുനിന്ന് വിട പറയാൻ നാം ഓരോരുത്തരും ആത്മാർത്ഥമായി ശ്രമിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അല്ലാഹു നമ്മെ സഹായിക്കുമാറാകട്ടെ. കഴിഞ്ഞ ആഴ്ചയിൽ നാം കേട്ട ഞെട്ടിപ്പിക്കുന്ന വാർത്തകളും വേദനിപ്പിക്കുന്ന മരണവാർത്തകളും നമ്മുടെ കണ്ണുകളിലൂടെ നാം കണ്ട ദൃശ്യങ്ങളുമെല്ലാം നമ്മെ ചിന്തിപ്പിക്കേണ്ടതുണ്ട്. ടൂറിസ്റ്റ് പ്ലേസ് ആയിട്ടുള്ള വിനോദസഞ്ചാര കേന്ദ്രമായ വാൽപ്പാറയിൽ ഒരു വിദ്യാലയത്തിലെ, ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിനടുത്തുള്ള വിദ്യാലയത്തിലെ 10 പേരാണ് ഒരൊറ്റ യാത്രയിൽ ഈ ലോകത്തോട് വിട പറഞ്ഞത്. ജോലി തിരക്കുകൾക്കിടയിൽ നിന്നൊരൽപ്പം ആശ്വാസവും കുളിർമയും നേടിയെടുക്കുന്നതിന് വേണ്ടി സ്റ്റാഫ് അംഗങ്ങൾ പലപ്പോഴായി വിദ്യാലയങ്ങളിൽ നിന്നും ഓഫീസുകളിൽ നിന്നുമൊക്കെ ഇത്തരം യാത്രകൾ പോകാറുണ്ട്. പക്ഷെ ഒരാളും അതെൻ്റെ അവസാനത്തെ യാത്രയാകുമെന്ന് ആരും ഷെഡ്യൂൾ ചെയ്യാറില്ല. അങ്ങോട്ടൊറ്റക്ക് ഒരു ട്രാവലറിൽ അവർ പോയെങ്കിൽ തിരിച്ച് അവരെല്ലാവരും ഓരോ ആംബുലൻസുകളിലായി 10 ആംബുലൻസുകളിലായി തിരിച്ച് നാടിലേക്ക് വന്നതാണ് നമ്മൾ കാണുന്നത്. കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ ഉണ്ട് എന്നുള്ളത് നമ്മളെ വേദനിപ്പിക്കുന്നു. അത് കഴിഞ്ഞ് 1-2 ദിവസങ്ങൾ കഴിയുമ്പോഴത്തേക്കും പടക്കശാലയിൽ തീപിടിച്ച് ചിതറിത്തെറിച്ച ശരീരാവശിഷ്ടങ്ങളും കത്തിക്കരിഞ്ഞ ഡെഡ് ബോഡികളും കേരള നാടിന് എത്രയോ കാലങ്ങളായി ഈ ദുരന്തങ്ങൾ ആവർത്തിച്ചിട്ടും പഠിക്കാതെ, പാഠം ഉൾക്കൊള്ളാതെ, യാതൊരു സുരക്ഷിതത്വവും ഇല്ലാത്ത അവസ്ഥയിൽ വീണ്ടും അത്തരം വാർത്തകൾ നമ്മളെ ഞെട്ടിച്ച് അല്ലെങ്കിൽ വേദനിപ്പിച്ചു കൊണ്ടിരിക്കുക. ചെറിയ ചെറിയ വെള്ള പ്രദേശങ്ങളിൽ, പുഴയിൽ, കിണറിലൊക്കെ വീണ് മരണപ്പെട്ടവർ, നമ്മുടെ പരിസരങ്ങളിൽ സൂര്യതാപമേറ്റ് മരണപ്പെട്ടവർ. ഓരോ മരണവാർത്തയും കേൾക്കുമ്പോഴും ഞാനും നിങ്ങളും ആലോചിക്കേണ്ടതും ചിന്തിക്കേണ്ടതും എൻ്റെ മരണത്തെക്കുറിച്ചാണ്. ഞാൻ എന്തായിരിക്കും അവസ്ഥ എന്ന് ആലോചിക്കണം. മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ചരിത്രം വിശദീകരിച്ച് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുഅ്മിനൂൻ അതിന്റെ 15-ാമത്തെ ആയത്തിൽ മനുഷ്യന്റെ ഓരോ സൃഷ്ടിപ്പിന്റെ ഘട്ടം, രക്തത്തുള്ളി, പിന്നെ മാംസകഷ്ണം, വെള്ളിൻ കഷ്ണം, അങ്ങനെ വിശദീകരിക്കുന്ന കൂട്ടത്തിൽ അതെല്ലാം കഴിഞ്ഞ അവസാനം അവനൊരു മനുഷ്യ സൃഷ്ടിയായി മാറിക്കഴിഞ്ഞാൽ, അവൻ ജീവൻ പ്രാപിച്ച് ലോകത്ത് വന്നാൽ, സുമ്മ ഇന്നകും ബഅദ ദാലിക ലമയ്യിതൂൻ, തീർച്ചയായും പിന്നീട് അവർ മരിക്കുന്നതാണ്, സംശയമില്ല.
ജീവിക്കുന്ന മനുഷ്യരാണോ അവർ മരിക്കുമെന്നതിൽ തർക്കം വേണ്ട. സുമ്മ ഇന്നകും യൗമൽ ഖിയാമത്തി തുബ്അസൂൻ. അതേപോലെ തന്നെ സംശയം വേണ്ട, പിന്നീട് ഉയർത്തെഴുന്നേൽപ്പ് നാളിൽ അവര് രണ്ടാമതും എഴുന്നേൽപ്പിച്ച് ജീവൻ കൊടുക്കുന്നതാണ്. ഈ മനുഷ്യന്റെ ജീവിതം ഇവിടെ വെച്ച് അവസാനിക്കുന്നതല്ല എന്ന് മാത്രമല്ല, മരണം എന്ന് പറയുന്നത് ഒരുപാട് ദൂരെയാണ്, ഒരുപാട് കാലം കഴിഞ്ഞാണ്, ഒരുപാട് വയസ്സായിട്ടാണ് ഞാനൊക്കെ മരിക്കുക എന്ന തോന്നൽ വേണ്ട. എൻ്റെ ബാപ്പ ഇന്നും ഹയാത്തിലുണ്ട്, എൻ്റെ ഉമ്മ ഹയാത്തിലുണ്ട്, എത്രയോ വയസ്സായവർ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട്. ഞാനൊക്കെ ചെറുപ്പല്ലേ, ഞാനൊക്കെ എപ്പോഴാ മരിക്കുന്നത്, എനിക്കൊരുപാട് കാലമുണ്ടെന്ന തോന്നലൊന്നും ആർക്കും വേണ്ട. ഒരു മനുഷ്യൻ എവിടെ വെച്ചായിരിക്കും മരിക്കുക എന്ന യാതൊരു സൂചനയും ഒരാൾക്കും കൊടുത്തിട്ടില്ല. മരണം ഒരുപാട് വിദൂരത്താണ് എന്ന ചിന്തയാണ് ഇന്ന് പലർക്കും. പക്ഷെ അള്ളാന്റെ ഖുർആൻ പറഞ്ഞു, ഇഖ്തറബ ലിന്നാസി ഹിസാബുഹും, മനുഷ്യന്റെ വിചാരണ അടുത്തിരിക്കുന്നു, ദൂരൊന്നുമല്ല, അവന്റെ പരലോകം വരെ അടുത്താണ്. വഹും ഫീ ഗഫ്ലത്തിൻ മുഅ്രിദൂൻ, അവൻ ഈ കാര്യത്തിൽ അശ്രദ്ധനാവുകയാണ്. അതൊന്നും എന്നെ ബാധിക്കൂല, അതൊന്നും എനിക്ക് ബാധകമല്ലെന്ന തോന്നലാണ് മനുഷ്യന്. സുഹൃത്തുക്കളെ, ദുനിയാവിലെ നമ്മുടെ ജീവിതത്തിന്റെ വിഭവങ്ങൾ എന്തെങ്കിലും ഒന്ന് കുറയുമ്പോൾ എത്ര ബേജാറാണ്. നമ്മുടെ ഗൂഗിൾ പേയിൽ നിന്ന് പൈസ ഇങ്ങനെ കുറഞ്ഞു പോകും, എന്തൊരു ബേജാറുണ്ട് നമുക്ക്. അക്കൗണ്ടിലെ ബാലൻസ് ഇല്ലാതെയായാൽ, നമ്മുടെ മൊബൈലിലെ ചാർജ് അങ്ങനെ കുറഞ്ഞു പോയാൽ, കയ്യിലുണ്ടായിരുന്ന പണം എങ്ങനെ തീർന്നു പോയാൽ, അടുക്കളയിലെ ഗ്യാസ് അങ്ങനെ അവസാനിച്ചാൽ നമുക്ക് എന്തൊരു ടെൻഷനും ആദിയും വ്യാധിയുണ്ട്. എന്റെ ജീവിതം അവസാനിക്കുന്നു, നാളെ പരലോകത്തേക്ക് ഞാൻ പോകാനിരിക്കുന്നു എന്ന് പറയുമ്പോ എന്താ നമുക്കൊരു വേവലാതിയില്ലാത്തത്? അള്ളാന്റെ ഖുർആൻ പറയാണ്, ചില മനുഷ്യരങ്ങനെയാ, ഇന്നഹും യറൗനഹു ബഈദാ, അവർ മരണം പരലോകം എന്നൊക്കെ പറയുമ്പോ വിദൂരത്തേക്കാണ് ചിന്തിക്കുന്നത്, ഇപ്പൊ അടുത്തൊന്നും ഉണ്ടാകൂല എന്നാ വിചാരിക്കുന്നത്. വനറാഹു ഖരീബാ, നാം അതിനെ സമീപസ്ഥമായിട്ടാണ് കാണുന്നത്. അള്ള പറയണത് അടുത്ത് തന്നെ സംഭവിക്കുമെന്നാ പറയുന്നത്. അതുകൊണ്ട് മനുഷ്യർ ഓരോരുത്തരും അവന്റെ ജീവിതത്തിൽ ഈ ഒരു രംഗത്തെ കുറിച്ച് ആലോചിക്കാനും ചിന്തിക്കാനും കരയാനും പഠിക്കാനും പകർത്താനും അവനെ ഓർമ്മപ്പെടുത്തുകയാണ്. മഹാനായ താബിഈ പണ്ഡിതൻ ഇമാം അഅ്മശ് റഹിമഹുല്ല തന്റെ ചരിത്രത്തിൽ എഴുതിയ താബിഈ പണ്ഡിതനാണ്. അദ്ദേഹം പറയാണ്, ഞങ്ങളൊക്കെ നാട്ടിൽ ഒരു ജനാസയുമായി ബന്ധപ്പെട്ട് മരണം സംഭവിച്ചാൽ കുന്നാ നുശാരികു ഫിൽ ജനാസ, ഞങ്ങൾ ആ ജനാസയുടെ കാര്യങ്ങളിൽ പങ്കെടുക്കും. അങ്ങനെ ഖബറടക്കം കഴിയുന്നതിന്റെ ഇടക്ക് ഞങ്ങൾ എല്ലാവരും അറിയാതെ കരഞ്ഞു പോകും. അവിടെ കൂടിയ ഒരാൾക്ക് ഈ മയ്യത്തിന്റെ ബന്ധു ആരാണെന്ന് തിരിച്ചറിയാൻ പറ്റൂലായിരുന്നു. കാരണം വന്നവരൊക്കെ കരയാണ്. നമ്മളിപ്പോ നാട്ടിൽ ബന്ധുക്കൾ പോലും കരയണില്ല, ബന്ധുക്കളുടെ മനസ്സ് പോലും വേദന തോന്നുന്നില്ല, ഒരു നോർമലായി മാറുകയാണ്. ഞങ്ങളുടെ കാലഘട്ടത്തിൽ ഒരു ജനാസന്റെ കൂടെ പോയവരൊക്കെ മൊത്തം കരയും. ഇതിൽ ആരാ ബന്ധുക്കൾ എന്ന് പോലും ഞങ്ങൾക്ക് അറിയാൻ കഴിയില്ലായിരുന്നു. മനുഷ്യൻ അവൻ ചിന്തിക്കണം, എല്ലാ സുഖങ്ങളും മുറിച്ചു മാറ്റപ്പെടുന്ന ഒരു മരണം അവന് പാഠമാകണം. നാം സഞ്ചരിക്കുന്ന വാഹനം, നാം നിത്യമോടിക്കൊണ്ടിരിക്കുന്ന റോഡ്, നാം നിത്യമായി ഉപയോഗിക്കുന്ന മൊബൈൽ ഫോണ്, നമ്മുടെ വീട്ടിൽ റെഡിയാക്കി വെച്ചിരിക്കുന്ന മതില്, ഗേറ്റ് എന്താണ് നമ്മുടെ മരണത്തിന്റെ കാരണം എന്ന് പറയാൻ കഴിയൂല. എന്തുമാവാം. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യർക്ക് പാഠം പഠിപ്പിക്കാൻ ചില അനുഗ്രഹങ്ങളൊക്കെ നിങ്ങൾക്ക് നല്ലത് തന്നെയാണ്. വാഹനം അനുഗ്രഹമാണ്. ഒരു 4 സൗഭാഗ്യങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എണ്ണിപ്പറഞ്ഞു. അർബഉം മിന സഅദ, 4 കാര്യങ്ങൾ ജീവിതത്തിൽ കിട്ടിയാൽ സൗഭാഗ്യമാണ്. ഒന്ന് അൽ മർഅതു സ്വാലിഹ, നല്ല ഒരു സ്വാലിഹത്തായ ഭാര്യയെ കിട്ടുക എന്നതാണ്. എല്ലാം ഉണ്ട്. ഒരു നല്ല ഭാര്യയെ കിട്ടിയില്ലെങ്കിൽ അയാൾക്കൊരു സ്വസ്ഥമായ ജീവിതം കിട്ടൂല. 2 അൽ ജാറുൽ സ്വാലിഹ, നല്ല സ്വാലിഹായ നല്ല ഒരു അയൽവാസിനെ കിട്ടുക. 3 അൽ മസ്കനുൽ വാസി, വിശാലമായ ഒരു വീട് ലഭിക്കുക. 4 അൽ മർക്കബുൽ ഹനീ, സ്വസ്ഥമായ സൗകര്യമുള്ള ഒരു വാഹനം ലഭിക്കുക എന്നത് ഭാഗ്യമാണ്. എന്നും വർക്ക്ഷോപ്പിൽ, എപ്പോഴും പണിപ്പുരയില്, ഒരു കാര്യത്തിന് ഉപയോഗിക്കാൻ പറ്റാത്ത വാഹനമാണെങ്കിൽ അത്ര വലിയ ഭാഗ്യമല്ല. അപ്പൊ നമുക്ക് സ്വസ്ഥമായി ഉപയോഗിക്കാൻ പറ്റാവുന്ന ഒരു വാഹനമുണ്ടെങ്കിൽ അത് ഭാഗ്യമാണ്.
പക്ഷേ സഹോദരങ്ങളെ, നമ്മൾ ചിന്തിക്കണം, നമ്മൾ ഉപയോഗിക്കുന്ന നിത്യമോടിക്കുന്ന നമ്മുടെ വാഹനമായിരിക്കുമോ നമ്മുടെ മരണത്തിന്റെ കാരണം എന്ന് പറയാൻ കഴിയൂല. നമ്മളോട് അല്ലാഹുവിന്റെ ഖുർആൻ പറഞ്ഞത്, നാളേക്ക് വേണ്ടി ഏത് സമയത്ത് മരിച്ചാലും, ഞാൻ എങ്ങനെ മരിച്ചാലും എന്റെ അവസ്ഥയാണ് ഞാൻ പഠിക്കേണ്ടത്. യാ അയ്യുഹല്ലദീന ആമനുത്തഖുല്ലാഹ് വൽതൻദുർ നഫ്സും മാ ഖദ്ദമത് ലിഗദിൻ വത്തഖുല്ലാഹ്. നാളേക്ക് വേണ്ടി ഇന്ന് മരിച്ചാൽ നാളെ ഖബർ മുതൽ ഞാൻ എന്റെ ഖബറിൽ എന്റെ കൂടെ എന്താണ് ഉണ്ടാവുക എന്ന് ചിന്തിക്കാൻ, ആലോചിക്കാൻ മനുഷ്യൻ സന്നദ്ധനാവണം. എങ്ങനെയും മരിക്കാം, രോഗമാകാം, അപകടമാവാം, എന്തുമാകാം. പക്ഷേ ഏത് അവസ്ഥയിൽ മരിക്കുന്നു? ശിർക്കിലായിക്കൊണ്ടാണോ? അല്ലാഹനെ ധിക്കരിച്ചുകൊണ്ടാണോ? ഹറാമിലാണോ? കടം കൊണ്ടാണോ? ദുരിതത്തിലായാണോ? എങ്ങനെയായിരിക്കും മരിക്കാന്ന് ആലോചിക്കണം. രാവിലെ എണീക്കുമ്പോ പോലും നമ്മളെ കൊണ്ട് പറയിപ്പിക്കുന്നുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച പ്രാർത്ഥന, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. പടച്ചോനെ, എന്നെ മരിപ്പിച്ചതിന് ശേഷം ജീവിപ്പിച്ചവനെ, നിനക്ക് സ്തുതി. രാവിലെ തോർക്കണം. നമ്മൾ ഇന്നും രാവിലെ എണീറ്റപ്പത് പറഞ്ഞവരാണെങ്കിൽ ഈ ചിന്ത ഉണ്ടാവണം, എന്നെ ഒരു മരണത്തിൽ നിന്ന് രണ്ടാമത് എഴുന്നേൽപ്പിച്ചതാണെന്ന ബോധം ഉണ്ടാവണം. വാഹനത്തിലേക്ക് പ്രവേശിക്കുന്ന മനുഷ്യൻ അല്ലാഹു തന്ന അനുഗ്രഹമാണ്, പടച്ചോൻ തന്ന അനുഗ്രഹമാണ്. അത് പറയണം, അൽഹംദുലില്ലാ എന്ന് ആവർത്തിച്ച് പറയണം. വാഹനത്തിന് എന്തൊക്കെ പോരായ്മണ്ടെങ്കിലും അതില്ലാതെ പോകുന്ന എത്ര പേരുണ്ട്? ആഗ്രഹിച്ച് നടക്കുന്ന എത്ര ആളുകളുണ്ട്? ബിസ്മില്ലാ, വാഹനത്തിലേക്ക് കയറുമ്പോ ബിസ്മില്ല ചൊല്ലണം. അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ, അല്ലാഹു അക്ബർ എന്ന് പറയണം. ഇത് വലിയ യാത്ര ഒന്നും ആവേണ്ട ആവശ്യമില്ല, എപ്പോഴും ചൊല്ലേണ്ടതാ. എന്നിട്ട് സുബ്ഹാനല്ലദീ സഖറ ലനാ ഹാദാ വമാ കുന്നാ ലഹു മുഖ്രിനീന വഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ. സാധാരണ പ്രാർത്ഥനക്ക് ഇല്ലാത്തൊരു പ്രത്യേകതയുണ്ട്. ഈ പ്രാർത്ഥന ഇതേ വാക്ക് ഖുർആനിൽ അല്ലാഹു പഠിപ്പിച്ചു തന്നത്. മറ്റേ പ്രാർത്ഥനയ്ക്ക് ഹദീസിലാണ് വന്നുള്ളത്, ഇത് ഖുർആനിലാണ് ഈ പ്രാർത്ഥന വന്നിട്ടുള്ളത്. എനിക്ക് റബ്ബ് കീഴ്പ്പെടുത്തി തന്നതാണ് ഈ വാഹനം. എത്ര എക്സ്പീരിയൻസ് ഉള്ള ഡ്രൈവറായാലും, എത്ര വലിയ മിടുക്കനായാലും ഈ ബോധം വേണം, എന്റെ റബ്ബ് എനിക്ക് കീഴ്പ്പെടുത്തി തന്നതാണ് ഇത്. അവസാനം പറയാണ്, വ ഇന്നാ ഇലാ റബ്ബിനാ ലമുൻഖലിബൂൻ, റബ്ബിലേക്ക് മടങ്ങേണ്ടവരാണ് ഞങ്ങൾ. ഈ ബോധത്തോടെയാണ് ഇത് ചൊല്ലുമ്പോ വെറുതെ ചൊല്ലിയ വാക്കല്ല എന്നും അതിന്റെ ആഴവും ആശയവും നമ്മുടെ മനസ്സിലുണ്ടാകണം. ഓരോ യാത്രകളെ കൊണ്ട് നമുക്കുണ്ടാകുന്ന നേട്ടങ്ങൾ എന്താണെന്ന് ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാ. എന്നും ജോലി, എന്നും കച്ചവടം, എന്നും ബിസിനസ്, അങ്ങനെ ആവണ്ട. ഇടക്കൊന്ന് യാത്ര പോകാം, യാതൊരു കുറ്റവുമില്ല. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി അലൈഹി പറയാറുണ്ട്, യാത്രക്കാരൻ അവന്റെ ജീവിതത്തിൽ വരുന്ന മാറ്റം കെട്ടി നിൽക്കുന്ന വെള്ളത്തിനെ തുറന്നിടുന്ന പോലെയാണ്. മറ്റേത് കെട്ടി നിൽക്കുന്ന വെള്ളമാണ്, ഒരു യാത്രയും കാര്യങ്ങളും ഇല്ലാതെ പോണ ആൾക്ക്. യാത്രയൊന്ന് പോയി ഒന്ന് റിലാക്സ് ആയി മനസ്സൊക്കെ ഒന്ന് കുളിർമയായി തിരിച്ചു വരുന്നതിൽ അവൻ ഒഴുകുന്ന വെള്ളം പോലെയായി മാറുകയാണ്. മാത്രല്ല, ഒരു വിശ്വാസിക്ക് യാത്ര കൊണ്ടുണ്ടാകുന്ന നേട്ടം യുസീലുൽ ഹമ്മ വൽ ഹസൻ. ഇമാം ഷാഫിഈ റഹ്മത്തുള്ളാഹി പറയാണ്, കുറെ വിഷമങ്ങളും ദുഃഖങ്ങളും ഒക്കെ അതുകൊണ്ട് നീങ്ങിക്കിട്ടും. ഇതൊന്നും നമ്മൾ പഠിപ്പിക്കേണ്ട ആവശ്യമില്ല. റിസ്ക് തേടി പോവുകയാണെങ്കിൽ ആ യാത്രയിൽ നിന്ന് റിസ്ക് നേടും, ജീവിതമാർഗം കിട്ടും. ധാരാളം അറിവ് ശേഖരിക്കാൻ പറ്റും. സ്വഹാബത്തൊക്കെ ഒരു ഹദീസ് കിട്ടാൻ, 2 ഹദീസ് കിട്ടാനൊക്കെ യാത്ര പോയ ചരിത്രമുണ്ട്. വഹുസ്നുൽ ഖുലുഖി, നല്ല സ്വഭാവ ഗുണങ്ങൾ യാത്രയിലൂടെ നമുക്ക് പഠിച്ചെടുക്കാൻ കഴിയും. വഹുസ്നുസ് സഹബത്തി, നല്ല നല്ല മനുഷ്യരുടെ കൂടെ ചേർന്ന് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടാക്കാൻ പറ്റും. മോശമായാൽ യാത്രയിലൂടെ, മോശം കൂട്ടുകെട്ടിലൂടെ മോശക്കാരനായി വെള്ളമടിക്കാൻ, മദ്യപിക്കാൻ, സിഗരറ്റ് വലിക്കാൻ, ലഹരി ഉപയോഗിക്കാൻ യാത്ര കൊണ്ട് പറ്റും. അതുകൊണ്ട് പറഞ്ഞ നല്ലവരൊപ്പം പോണം. വദഅവത്തുൽ മുസാഫിർ, യാത്രക്കാരന്റെ പ്രാർത്ഥനക്ക് പ്രത്യേക ഉത്തരമുണ്ട്. ഇങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, സലാസു ദഅവാതിൻ മുസ്തജാബ, 3 ആളുകളുടെ പ്രാർത്ഥനക്ക് ഉത്തരം കിട്ടും. ലാ ശക്ക ഫീഹിന്ന, സംശയിക്കണ്ട കേട്ടോ, സംശയം തോന്നണ്ട. ദഅവത്തുൽ മദ്ലൂം, പീഡിപ്പിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന.
മർദ്ദിക്കപ്പെട്ടവന്റെ പ്രാർത്ഥന, വദഅവത്തുൽ മുസാഫിർ യാത്രക്കാരന്റെ പ്രാർത്ഥന, വദഅവത്തുൽ വാലിദി അലാ വലദിഹി വാപ്പ മക്കൾക്ക് വേണ്ടി നടത്തുന്ന പ്രാർത്ഥന തള്ളാത്ത പ്രാർത്ഥനയാണ്. ഇത് ക്ഷീണിക്കണം. യാത്രയിൽ നമുക്ക് ചാൻസ് ആണ് പടച്ചോൻ തന്നിരിക്കുന്നത്. പക്ഷേ ഓരോ ദിവസവും ഓരോ പ്ലാനിലും യാത്രകൾ ഷെഡ്യൂൾ ചെയ്യുന്നതിന്റെ മുമ്പ് ഇസ്തിഖാറത്ത് ചെയ്തിട്ട് 2 റക്അത്ത് നിസ്കരിക്കണം. ഞാനിത് പോകണോ? ഞാൻ അവരുടെ കൂടെ പോകണോ? ഞാനിത് ഇന്ന് പോകണോ? അതിനുവേണ്ടി അത് തീരുമാനിക്കാനാണ് 2 റക്അത്ത് ഇസ്തിഖാറത്ത് നമസ്കരിച്ചിട്ടാണ് അങ്ങനെയുള്ള ചില ദീർഘമായ യാത്രകളെ കുറിച്ച് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത്. ഇസ്തിഖാറത്ത് നമസ്കാരം മുഷാവറ ചെയ്യണം. ചിലപ്പോ നമ്മളൊരു കാര്യം നമുക്ക് യാത്ര ചെയ്യണമെന്ന് തോന്നിയെങ്കിലും അനുഭവവും ആ സ്ഥലത്തെക്കുറിച്ചോ അത്തരം യാത്രകളെ കുറിച്ചോ ബോധ്യമുള്ള അറിവുള്ള മുതിർന്ന ഒരാളോട് മുഷാവറ നടത്തിയിട്ട് വേണം ആലോചിക്കാൻ. 3 ഉലമാക്കന്മാര് പറഞ്ഞു, ഒരു കാരണവശാലും ഒറ്റക്ക് യാത്ര പോകാതിരിക്കാനാണ് പരമാവധി ശ്രദ്ധിക്കേണ്ടത്. എന്ന് സ്ഥിരമായി പോകുന്ന നല്ല എക്സ്പീരിയൻസ് ഉള്ള ആ പ്രദേശവും ആ വാഹനവും ആ സൗകര്യങ്ങളും ഒക്കെ അറിയാവുന്ന ഒരാൾക്ക് അങ്ങനെ പോകുന്നതിൽ കുഴപ്പമില്ല. എന്നാൽ സുപരിചിതമല്ലാത്ത ഒരു പുതിയ ഏരിയയിലേക്ക് ഒറ്റക്ക് പോകുന്ന യാത്രകൾ അപകടകരമാണ്. നമ്മുടെ നാട്ടിലൊക്കെ വ്ളോഗർമാർ അങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുക. ഇതിന്റെ അപകടങ്ങൾ നബി തങ്ങൾ പഠിപ്പിച്ച വാക്ക് ലൗ യഅലമുന്നാസു മാ ഫിൽ വഹ്ദ, ഒറ്റക്ക് യാത്ര പോകുന്ന കാര്യത്തിൽ നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ, മാ അഅലമു, അതിന്റെ കാര്യം ഞാൻ അറിഞ്ഞിരുന്നത്, മാ സാറ റാകിബുൻ ബിലൈലിൻ വഹ്ദ, ഒരു രാത്രി പോലും ഒറ്റക്ക് ഒരാളും സഞ്ചരിക്കൂല. ഒറ്റക്ക് സഞ്ചരിക്കുന്നതിന്റെ അപകടം അറിഞ്ഞിരുന്നുവെങ്കിൽ, അതുകൊണ്ട് നമ്മുടെ മക്കള് അങ്ങനെയൊക്കെ പോകുമ്പോൾ ഉണ്ടാകുന്ന സോളോ ട്രിപ്പുകളെ കുറിച്ച് നന്നായിട്ട് ബോധ്യം ഉണ്ടായിക്കോട്ടെ. ചുരുങ്ങിയത് 3 പേരുണ്ടാകുന്നതാണ് അഫ്ദൽ. 3 ആള് പോകുമ്പോ ഒരാള് അമീറായി മാറണം. കാറിൽ അങ്ങനെ പോകുക, എണ്ണ അങ്ങനെ അടിക്കുക, ഓരോരുത്തർ തോന്നോടത്ത് നിർത്താൻ പറയാ, മറ്റവൻ അപ്പുറത്ത് നിർത്താൻ പറയാ. അങ്ങനെ ഒരു ലെവലില്ലാത്ത യാത്ര മുസ്ലിം കുടുംബത്തിന് ഉണ്ടാകാൻ പറ്റില്ല. ഒരാൾ അതിൽ അമീറായിരിക്കും. അയാൾ പറയും എവിടെ നിർത്തും, എങ്ങനെ ചെയ്യണം, അദ്ദേഹത്തെ അനുസരിക്കാൻ കഴിയണം. ഫല്യുഅമ്മിറു അഹദുഹും, 3 പേരുണ്ടായാൽ ഒരാളെ അമീറാക്കണം, ആ അമീറിനെ അനുസരിക്കാൻ കഴിയണം. അതോടൊപ്പം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പഠിപ്പിച്ച ധാരാളക്കണക്കിന് ഹദീസിന്റെ മേഖലയിൽ കാണുന്ന പ്രാർത്ഥനകൾ നമുക്ക് അവിടെ വിശദീകരിച്ചത് കാണാം. വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹ്, ഇതൊക്കെ പ്രാർത്ഥിക്കണം. അപ്പൊ നിങ്ങൾ തിരിച്ചു ചോദിക്കും, ഇതൊക്കെ പ്രാർത്ഥിച്ചിട്ട് സംഭവിക്കുന്നുണ്ടല്ലോ. അതിനാണ് അള്ളാന്റെ വിധി എന്ന് പറയുന്നത്. അത് അള്ളാന്റെ വിധി. ഇത് നമ്മളോട് സബബാണ്. ഇതൊക്കെ ചെയ്ത് തീർക്കലാണ് നമ്മുടെ പണി. വിധിയിൽ ക്ഷമിക്കാനുള്ള കഴിവും നമുക്ക് വേണം. എന്തു സംഭവിക്കാം. ഇത് അല്ലാഹു തആല പഠിപ്പിച്ചതാ. ഈ തവക്കുൽ ഇങ്ങനെയാവണം. വഹീന്റെ അടിസ്ഥാനത്തിൽ ഇത് പ്രാർത്ഥിച്ച് ഇറങ്ങാൻ കഴിയണം. ദീർഘമായ ഒരു യാത്രയാണെങ്കിൽ, സാധാരണ നമ്മൾ ജോലി സ്ഥലത്തേക്കും ഓഫീസിലേക്കും പോണതിന്റെ അപ്പുറത്തേക്ക് ഒരൽപ്പം നീണ്ടുപോകുന്ന ജമ്മും കസറുമാക്കാൻ പറ്റാവുന്ന ഒരു യാത്രയാണെങ്കിൽ നബിതങ്ങൾ ഇതുകൂടെ പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. അല്ലാഹുമ്മ ഇന്നാ നസ്അലുക ഫീ സഫരിനാ ഹാദൽ ബിർറ വത്തഖ്വ, അല്ലാഹുവേ ഈ യാത്രയിൽ എനിക്ക് പുണ്യവും തഖ്വയും ഉണ്ടാക്കി തരണേ. വമിനൽ അമലി മാ തർദാ, നീ ഇഷ്ടപ്പെടുന്ന പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള അവസരം തരണേ. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ, പടച്ചോനെ ഈ യാത്ര എനിക്ക് എന്റെ പ്രയാസങ്ങളൊക്കെ നീ എളുപ്പമാക്കി തരണേ. എന്തപ്പത്ര പ്രാർത്ഥിക്കാനുള്ള, ഞാൻ ഭയങ്കര കഴിവുള്ള അങ്ങനെ തോന്നരുത്. അല്ലാഹുമ്മ ഹവ്വിൻ അലൈനാ സഫറനാ ഹാദാ വത്വി അന്നാ ബുഅദാ, റബ്ബേ ദൂരം ഞങ്ങൾക്ക് കുറച്ചാക്കി തരണേ. ഇതൊക്കെ പ്രാർത്ഥനയിൽ വന്നതാ. അല്ലാഹുമ്മ അൻത സാഹിബു ഫിസ് സഫർ, പടച്ചോനെ യാത്രയിൽ എന്റെ സ്വദീഖന്റെ കൂട്ടുകാരൻ നീയാണ്. വൽ ഖലീഫത്തു ഫിൽ അഹ്ൽ, ഞാൻ വീട് വിട്ടു പോകാണ്, എന്റെ കുടുംബത്തിന്റെ ഖലീഫ നീയാണ്, എന്റെ കുടുംബം നീ സംരക്ഷിക്കണം. അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിൻ വഇസാഇ സഫർ, യാത്രയിൽ ഉണ്ടാകുന്ന എല്ലാ ദുർഘടമായ കാര്യങ്ങളിൽ നിന്നും നിന്നോട് കാവൽ ചോദിക്കുകയാണ്. വകആബത്തിൽ മൻദരി, കാണാൻ പറ്റാത്ത മോശകരമായ അപകടകരമായ കാഴ്ചകളിൽ നിന്ന് ഞാൻ കാവൽ ചോദിക്കുകയാണ്. എന്റെ കണ്ണിന്റെ മുമ്പിൽ ഒരു അപകടം കാണിക്കല്ല പടച്ചോനെ, എനിക്കല്ല മറ്റുള്ളവർക്കുണ്ടാവരുത്. വസൂഇൽ മുൻഖലബി ഫിൽ മാലി വല്ലഹിൽ, എന്റെ കുടുംബത്തിലും എന്റെ സമ്പത്തിലും മോശപ്പെട്ട അവസ്ഥകൾ ഉണ്ടാക്കരുത് റബ്ബേ. ഇതെന്നൊക്കെ കാവല് ചോദിച്ചിട്ട് പ്രാർത്ഥന അങ്ങനെ പോകാനാ പഠിപ്പിച്ചിരിക്കുന്നത്.
ഇത് വിശ്വാസിയുടെ ഒരു മാത്രം പ്രത്യേകതയായിട്ട് നമ്മൾ തിരിച്ചറിയണം. സഹോദരിമാര്, സ്ത്രീകളൊക്കെ ഇന്ന് നാട്ടിൽ വിധവകളുടെ ട്രിപ്പ്, വയസ്സത്തികളുടെ ട്രിപ്പ്, പ്രായമായവരുടെ ട്രിപ്പ് എന്നൊക്കെ പറഞ്ഞ് പോകുന്ന അവസ്ഥയിൽ നബി തങ്ങൾ ഒരു കാര്യം പ്രത്യേകം പറഞ്ഞു. ഒരു സ്ത്രീ ഒരു ദിവസത്തോളം നീണ്ടു നിൽക്കുന്ന, ഒരു രാത്രിയും പകലും നീണ്ടു നിൽക്കുന്ന യാത്രയാണെങ്കിൽ ഒറ്റക്ക് പോകരുത്. ഇല്ലാദീ മഹ്റമിൻ അലൈഹ, അവളുടെ മഹ്റം കൂടെ ഉണ്ടാവണം. ആരാ മഹ്റം? അവളെ ഭർത്താവ്, അവളുടെ മകൻ, അവളുടെ ആങ്ങള, അവളുടെ ഉപ്പ, അങ്ങനെയുള്ള ആ മഹ്റമിന്റെ കൂട്ടത്തിൽപ്പെട്ട ഒരാളില്ലാതൊരു പെണ്ണ് ഒറ്റക്ക് ദീർഘമായ യാത്രകൾ പറഞ്ഞയക്കരുത്. ഇതൊക്കെ ഇസ്ലാം അവിടുന്ന് എടുത്തു പറഞ്ഞ് സുരക്ഷക്കുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. നീ എവിടെങ്കിലും ഒരു വഴിയിൽ ഇറങ്ങിയാൽ അഊദു ബികലിമാത്തില്ലാഹി താമാതി മിൻ ശർരി മാ ഖലഖ്, എല്ലാ ഷർറിനും കാവല് ചോദിച്ച് ഇത് പ്രാർത്ഥിക്കാൻ നബി തങ്ങൾ മാതൃക കാണിച്ചു തന്നു. ഇനി യാത്ര കഴിഞ്ഞാൽ വേഗത്തിൽ തിരിച്ച് വീട്ടിലെത്താൻ ശ്രമിക്കണം. ഇനിയും സമയമുണ്ടല്ലോ, ഇനിയുണ്ടല്ലോ ദിവസം. എന്താ പോയിട്ട് ഇത്ര തിരക്ക്? ആവശ്യം കഴിഞ്ഞാൽ പെട്ടെന്ന് വീട്ടിലേക്ക് തിരിച്ചു മടങ്ങുക എന്നതാണ് സുന്നത്ത്. നബി തങ്ങൾ പറഞ്ഞു, അസ്സഫറു ഖിത്അതും മിനൽ അദാബ്, യാത്ര ശിക്ഷയുടെ ഒരു കഷ്ണമാണ്. ചെറിയൊരു ശിക്ഷയാണ് ഒരു യാത്ര എന്ന് പറഞ്ഞ. അത്തരം യാത്രകളെയും യാത്രക്കാരെയും നമ്മൾ മാനിക്കണം എന്ന് പറഞ്ഞു. അവരെ ബുദ്ധിമുട്ടിക്കുന്ന ഒന്നും നമ്മൾ ഇന്ന് വരാൻ പാടില്ല. യാത്ര എന്ന് പറഞ്ഞ ഒരു ശിക്ഷയുടെ കഷ്ണമാണ്. എന്തുകൊണ്ട്? അവന്റെ ഭക്ഷണത്തിന് മുടക്കം വരും, സമയത്ത് കൃത്യമായി ഭക്ഷണം കിട്ടൂല. വശറാബ, അവന്റെ വെള്ളത്തിന് തടസ്സമുണ്ടാകും. വനൗമ, അവന്റെ വിശ്രമത്തിനും ഉറക്കത്തിനും നല്ല തടസ്സം ഉണ്ടാകും. എന്നിട്ട് നബി പറയാണ്, നിങ്ങൾ ആരെങ്കിലും യാത്ര പോയാൽ ഫല്യർജിഇ ഇലാ അഹ്ലിഹി, പെട്ടെന്ന് വീട്ടിലെത്താൻ ശ്രമിക്കണം. പിന്നെ മുട്ടിത്തിരിഞ്ഞ് വഴിയായി നടന്നു പോകരുത്, വേഗത്തിൽ തീർക്കാൻ വേണ്ടി ശ്രമിക്കണം എന്നർത്ഥം. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നാട്ടിൽ തിരിച്ചെത്തിയാൽ അൽഹംദുലില്ലാഹ് നമ്മുടെ സ്വന്തം പള്ളിയിൽ കയറി 2 റക്അത്ത് നമസ്കരിക്കണം. ഇതൊക്കെ സുന്നത്തിന്റെ കൂട്ടത്തിൽ ഒരു യാത്രയുടെ മര്യാദകളിൽ പഠിപ്പിച്ചതാണ്. അപകടങ്ങൾ സംഭവിച്ചതിന് ശേഷമുള്ള ചൂടേറിയ ചർച്ചകൾക്കും വിശകലനത്തിനും പ്രസക്തിയില്ല. മദ്യപിച്ച് വാഹനം ഓടിക്കുന്ന എത്രയോ പേർ നേർസാക്ഷ്യമായി നമ്മുടെ ജീവിതത്തിന് മുമ്പിൽ വന്നു പെട്ടിട്ടുണ്ട്. അവൻ ഓടിക്കുന്ന വാഹനം എത്ര ആളുകളുടെ ജീവൻ നഷ്ടപ്പെടുത്തും. അയാളുടെ ബാക്കിലിരിക്കുന്നവരുടെ അവസ്ഥ എന്തായിരിക്കും? ഉറക്കമൊഴിച്ചുകൊണ്ട് തന്റെ ഉറക്കം ശ്രദ്ധിക്കാതെ യാത്ര പോകുന്നവൻ, അയാളെ മാത്രല്ല അവൻ കൊണ്ടുപോയി ഇടിക്കുന്നവന്റെ മുഴുവൻ കുടുംബത്തെ തകർക്കുക. ഇതൊക്കെ എത്ര തവണ പറഞ്ഞതാണ്. അമിത വേഗത നമ്മുടെ പ്രിയപ്പെട്ട ചെറുപ്പക്കാർ, യുവാക്കൾ ഒരു ത്രില്ലായി മാറുകയാണ്. വേഗത കുറക്കുക എന്നത് ഇഷ്ടമില്ലാത്തൊരു തലമുറ വളർന്നു വരികയാണ്. അതിന്റെ പരിക്കുകൾ ഇന്ന് വ്യാപകമാണ് എന്ന് നിങ്ങൾ ഈ പരിസരത്ത് നടന്ന അപകടങ്ങളുടെ വാർത്തകൾ, CCTV രംഗങ്ങൾ മാത്രം കാണാം, നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അശ്രദ്ധയോടെ വാഹനം ഓടിക്കുന്നവർ, മൊബൈലിൽ കളിച്ചും അങ്ങോട്ട് നോക്കിയും ഇങ്ങോട്ട് നോക്കിയും ഒക്കെ അശ്രദ്ധമായി ഓടിക്കുന്നവർ, ഇവർ സ്വയം നാശം വിളിച്ചു വരുത്തുകയാണ്. അതുകൊണ്ട് തന്നെ ചില മനുഷ്യരൊക്കെ യാത്ര എന്ന് പറയുന്നത് ഒരു വലിയ ആഘോഷമായി, ഒരു പൂരപ്പറമ്പാക്കി കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ട്. പാട്ടില്ലാതെ അവർക്ക് യാത്രയില്ല. അവർക്ക് പുകയുണ്ടാവണം, തുള്ളിച്ചാടണം, DJ സൗണ്ട് സിസ്റ്റങ്ങൾ വേണം. അതൊക്കെ ഉണ്ടെങ്കിൽ ഒരു യാത്രയാകുള്ളൂ എന്ന പൈശാചികമായ ദുർബോധനം നമ്മുടെ ജനങ്ങൾക്കിടയിൽ ഇന്ന് വ്യാപകമാണ്. ഒന്നാണ് തിരിച്ചറിയേണ്ടത്, എത്രയോ ടൂറിസ്റ്റ് വാഹനങ്ങൾ, വിദ്യാലയങ്ങളിൽ നിന്ന് മറ്റുമൊക്കെ പോയി വന്ന അപകടങ്ങൾ എത്ര നമ്മൾ കണ്ടു എന്നെങ്കിലും പിന്നെയും നമ്മൾ തിരിച്ചു പഠിക്കാതെ പോവുകയാണ്. കാരണം മനുഷ്യൻ മറവിയുള്ളവനാണ്, എല്ലാം മറക്കും. 2 ദിവസമൊക്കെ ചർച്ച ചെയ്യും, പിന്നെ മറക്കും. നമസ്കാരം വരെ ഉപേക്ഷിക്കുന്ന യാത്രക്കാര് ശ്രദ്ധിച്ചു നോക്കി. നാട് വിട്ടാ പിന്നെ നിസ്കാരമില്ല. യാത്രയിൽ നമസ്കരിക്കുക എന്ന് പറഞ്ഞ എന്തോ ഒരു വലിയ അത്ഭുതമായി കാണുന്ന മനുഷ്യർ അത്ഭുതപ്പെടാനില്ല. അല്ലാഹുവിന്റെ ഖുർആനാണ് പറയുന്നത്, വഇദാ ലറബ്തും ഫിൽ അർളി, നിങ്ങൾ ഭൂമിയിൽ കൂടെ സഞ്ചരിക്കുമ്പോൾ ഫലൈസ അലൈക്കും ജുനാഹുൻ അൻ തഖ്സുറു മിനസ് സ്വലാ, നിസ്കാരം ഒഴിവാക്കല്ല വേണ്ടത്, നിങ്ങൾക്ക് യാത്രയിൽ ഖസ്റാക്കാം, ചുരുക്കി നിസ്കരിക്കാം. 80 കിലോമീറ്ററിലധികം ദൂരമുള്ള 1 വേ യാത്ര, 2 വേ അല്ല, ഒറ്റ ലോങ് യാത്രയിൽ 80 കിലോമീറ്ററിന്റെ മേലെ പോകുകയാണോ 4 റക്അത്തുള്ള ളുഹർ 2 ആക്കി നിസ്കരിക്കാം. 4 റക്അത്തുള്ള നമസ്കാരങ്ങളൊക്കെ 2 റക്അത്തായി നമസ്കരിക്കാൻ അല്ലാഹുവിന്റെ ഖുർആൻ രണ്ടാമതൊരു ഇളവ് കൂടെ തന്നു. 2 നമസ്കാരങ്ങൾ ഒരുമിച്ച് ജംഅ ചെയ്യാം, ളുഹറും അസ്റും ഒരുമിച്ച് നിസ്കരിക്കാം.
2 റക്അത്ത് ളുഹർ കഴിഞ്ഞ് സലാം വിട്ടാൽ അസ്ർ നിസ്കരിക്കുക. മഗ്രിബും ഇശയും തമ്മിൽ ജമ്മും കസറുമാക്കാം. സുബ്ഹിന്റെ സമയത്ത് തന്നെ നിർവഹിക്കണം. എന്തിനാ യാത്രക്കാർക്ക് ഇളവ് കൊടുത്തതിന് ഒഴിവാക്കാൻ പറഞ്ഞാൽ പോരെ? നമസ്കാരം ഒരു വിശ്വാസിക്ക് ഒഴിവാക്കാൻ ഒരു ചാൻസുമില്ല. മരണ വീട്ടിൽ ഒഴിവില്ല, കല്യാണ വീട്ടിൽ ഒഴിവില്ല, യാത്രയിൽ ഒഴിവില്ല, ഒരു കാരണവശാലും ഒഴിവില്ലാത്ത ഇബാദത്താണ്. ഇന്ന സ്വലാത്ത കാനത് അലൽ മുഅ്മിനീന കിതാബം മൗഖൂതാ. സമയം നിശ്ചയിക്കപ്പെട്ട ഇബാദത്താണ്. അതുകൊണ്ട് നമ്മുടെ ഓരോരുത്തരുടെയും ഓരോ യാത്രകളും നമുക്ക് സ്വയം പാഠമാകാനും സ്വയം ഒരുങ്ങാനും, എൻ്റെ ഖബറിലേക്കുള്ള അവസാനത്തെ യാത്ര ഏത് നാട്ടിലും ഏതവസ്ഥയിൽ വന്നാലും ഞാൻ അതിനു ശേഷമുള്ള ജീവിതത്തിന് ഒരുങ്ങിയിട്ടുണ്ടോ? എൻ്റെ കടങ്ങൾ എഴുതി വെക്കാറുണ്ടോ? ഞാൻ ആരോടെങ്കിലും പിണങ്ങി നിൽക്കുന്നുണ്ടോ? ഞാൻ ആരെയെങ്കിലും വഞ്ചിച്ചിട്ടുണ്ടോ? ഞാൻ ഈ പോകുന്ന എൻ്റെ യാത്ര അവസാനത്തെ യാത്രയായാൽ ഉണ്ടാകാവുന്നതിനെ കുറിച്ചൊക്കെ ചിന്തിച്ചിട്ട് ഒരു ഒരുക്കത്തോടെയാവണം നമ്മുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്. അള്ളാഹു എല്ലാവിധ അപകടങ്ങളിൽ നിന്നും ദുരന്തങ്ങളിൽ നിന്നും നമ്മളെയും നമ്മുടെ കുടുംബത്തെയും കാത്ത് രക്ഷിക്കുമാറാകട്ടെ. അപകടങ്ങളിൽ മറ്റുമൊക്കെ പെട്ടുപോയ നമ്മുടെ സഹോദരങ്ങൾക്ക്, സത്യവിശ്വാസികൾക്ക് അള്ളാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകുമാറാകട്ടെ. الحمدلله رب العالمين والعاقبة للمتقين ولا عدوان إلا على الظالمين والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أيها الإخوة والأخوات، أوصيكم وإياي ثانيا بتقوى الله. അള്ളാഹുവിൻ്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ച് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ജീവിതത്തിൽ സൂക്ഷിച്ച് ക്രമീകരിക്കണമെന്ന് എന്നെയും നിങ്ങളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ഇസ്രാ മിഅ്റാജ് യാത്രക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അള്ളാഹു തആല നരകം കാണിക്കാൻ വേണ്ടി കൊണ്ടുപോകുന്നുണ്ട്. അതിൻ്റെ അടുത്തെത്തിയപ്പോൾ നബി തങ്ങൾ അത് കാണാൻ വേണ്ടി മുഖമൊന്ന് അടുത്തേക്ക് പിടിച്ചു. ആ മുഖമൊന്ന് അടുത്തേക്ക് എടുത്ത് അതേ സമയത്ത് തന്നെ തിരിച്ച് പിറകോട്ടേക്ക് വലിച്ചു. നബിതങ്ങൾ യാത്ര കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോ പറയാണ്, ഞാൻ ആ നരകത്തിന്റെ കാഴ്ച കാണാനൊന്ന് മുഖം എത്തി നോക്കിയതാ, ഞാൻ അവിടുന്നേക്ക് പുറത്തേക്ക് വലിച്ചു. കാരണം ദുനിയാവിന്റെ ചൂടിനേക്കാൾ 69 ഇരട്ടി ചൂടാണ് നരകത്തിന്. ഞാൻ ആ കണ്ട കാഴ്ചകളൊക്കെ നിങ്ങൾ കാണുകയാണെങ്കിൽ നിങ്ങൾ കുറച്ചേ ചിരിക്കൂ, കൂടുതൽ കരയുമായിരുന്നു. അത് അത്ര ഭയാനകമാണ്. പരലോകത്തിന്റെ കോടതിയിലെ രംഗം വിശദീകരിക്കുന്നുണ്ട്. ഖദറമീലിൻ, സൂര്യൻ ഒരു ചാണ് മേലെ നിന്ന് കത്തിജ്വലിക്കും, ഇപ്പുറത്ത് നിന്ന് നരകം ആളി കത്തിക്കപ്പെടും. അവിടെയാണ് മഹ്ശറിലെ പരലോകത്തെ ചൂട്. ദുനിയാവിൽ നാം ജീവിച്ചുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിലെ കാലാവസ്ഥയുടെ ചൂടും അനുബന്ധമായ സംഭവങ്ങളും ഓർമ്മിക്കുമ്പോൾ നമ്മൾ ആലോചിക്കും, മഹ്ശറിന്റെ തിരുമുറ്റത്ത് വിയർത്ത് മുങ്ങിക്കുളിച്ച് വിവസ്ത്രരായി, നഗ്നബാധകരായി, ചേലാകർമ്മം ചെയ്യപ്പെടാത്തവരായി, അള്ളാന്റെ കോടതിയിൽ ഒരു മരമില്ലാതെ, തണലില്ലാതെ, സഹായില്ലാതെ ഒറ്റക്ക് നിൽക്കുന്ന ഒരു മഹ്ശറുണ്ട് എന്ന ബോധം നമുക്ക് വേണം. ആരോഗ്യ വകുപ്പ് നൽകുന്ന നിർദ്ദേശങ്ങൾ നമ്മൾ പാലിക്കണം. പ്രായമായവർ, കുട്ടികളൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. 11 മണി മുതൽ 4 മണി വരെയുള്ള ആ ഒരു സമയത്ത് പരമാവധി പുറത്തിറങ്ങാതിരിക്കാൻ ശ്രദ്ധിക്കണം. നമ്മൾ എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷമല്ല ഇതൊന്നും ചെയ്യേണ്ടുന്നത്. താക്കീതുകൾ, ഉത്ബോധനങ്ങൾ മുഅ്മിനിന് ഗുണമാണ്. ഉത്ബോധനങ്ങൾ നൽകൂ, ഉത്ബോധനങ്ങൾ മുഅ്മിനീങ്ങൾക്ക് ഉപകാരപ്രദമാണ്. അങ്ങനെ ആവണം അവർ. അതോടൊപ്പം നരകത്തിന്റെ ചൂട് 69 ഇരട്ടി ചൂടാണെങ്കിൽ അത് താങ്ങാൻ നമുക്ക് കഴിയുമോ? ആളിക്കത്തുന്ന ആ നരകത്തിൽ അൽനാസു വൽ ഹിജാറ, മനുഷ്യനും കല്ലും കത്തിക്കുന്ന ഒരു നരകം. ഇവിടുത്തെ തീപിടുത്തം പോലും നമുക്ക് താങ്ങാൻ കഴിയില്ല. ഇവിടുത്തെ ഒരു തീപ്പെട്ടിക്കൊള്ളിയുടെ ചൂട് താങ്ങാൻ നമുക്ക് കഴിയാതെ അടുപ്പിന്റെ ചൂടിൽ നിന്ന് മാറി നിൽക്കുന്നവരാണ് നമ്മളെങ്കിൽ ആ നരകത്തിൽ അകപ്പെടുന്ന ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കാതിരിക്കാൻ ശ്രദ്ധിക്കുക. അതിലേറ്റവും പ്രധാനമാണ്, ഒരു മനുഷ്യൻ നരകത്തിലെത്താനുള്ള പ്രധാനപ്പെട്ട കാരണമാണ് അള്ളാഹുവിൽ ശിർക്ക് ചെയ്യുക എന്നത്. അള്ളാഹുവല്ലാത്തവരെ ആരാധിക്കുക, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുക, നേർച്ച വഴിപാടുകൾ ചെയ്യുക, അള്ളാഹുവല്ലാത്തവരിൽ നിന്ന് പുണ്യം പ്രതീക്ഷിക്കുക, ഖുർബത്ത് പ്രതീക്ഷിക്കുക.
അള്ളാഹുവിന്റെ ഖുർആൻ പറഞ്ഞു, ഇന്നഹു മയ്യുശ്രിക് ബില്ലാഹ്, ആരെങ്കിലും അള്ളാഹുവിൽ ശിർക്ക് വെച്ചാൽ, പങ്കു ചേർത്താൽ, ഫഖദ് ഹറമല്ലാഹു അലൈഹിൽ ജന്ന, സ്വർഗം അവന് നിഷിദ്ധമാകും. വമഅവാഹുന്നാർ, അവന്റെ സങ്കേതം നരകമാകും, അവൻ നരകാവകാശിയാകും. സാധാരണ ചെറുദോഷങ്ങൾ ചെറുപാപങ്ങളൊക്കെ ചെയ്തോരൊക്കെ അവരുടെ പാപത്തിന്റെ കാലാവധി കഴിഞ്ഞാൽ സ്വർഗത്തിലേക്ക് മടങ്ങി വരാനുള്ള ചാൻസ് ഉണ്ട്. അള്ളാഹ് ഉദ്ദേശിക്കുന്നവരങ്ങനെ ചെയ്യും. എന്നാൽ ശിർക്ക് വെച്ച ഒരു മനുഷ്യൻ, ശിർക്ക് ചെയ്ത ഒരു മനുഷ്യൻ എത്ര നല്ലത് ചെയ്താലും തിരിച്ചു വരാൻ അവനെ കൊണ്ട് കഴിയില്ല. ഇതിന്റെ ഗൗരവം അറിയാത്ത ആരെങ്കിലും ഈ സദസ്സിലിരിക്കുന്നുണ്ടെങ്കിൽ ഇതൊരു പ്രസ്ഥാനത്തിന്റെ നോട്ടീസിലെ വാചകമല്ല, അള്ളാന്റെ ഖുർആനാ പറയണത്. ഇന്ന ശിർക ലദുൽമുൻ അദീം, ശിർക്ക് എന്നത് വമ്പിച്ച അക്രമമാണ്, അത് വെറുതെ വിടൂല, അതൊരിക്കലും പൊറുക്കാത്തതാണ്. രണ്ടാമത്തേത്, നരകത്തിന്റെ ആഴമേറിയ ഭാഗമുണ്ട്. ആ നരകത്തിന്റെ ആഴമേറിയ ഭാഗത്ത് കിടക്കുന്നത് ആരാന്നറിയോ? മുനാഫിഖീങ്ങളാണ്. നമ്മുടെ ജീവിതത്തിൽ കാപട്യം വരരുത്, വിശ്വസിച്ചാൽ ചതിക്കുന്നവരായി മാറരുത്, അമാനത്ത് ലംഘിക്കുന്നവരായി മാറരുത്, സംസാരിച്ച കളവ് പറയുന്നവരായി മാറരുത്, തമ്മിൽ തെറ്റിയാൽ പിണങ്ങി നിന്ന് കഴിഞ്ഞാൽ തെറി പറയുന്നവരായി മാറരുത്, വിശ്വാസ രംഗത്ത് വഞ്ചന കാണിക്കുന്നവനായി മാറരുത്. മുഅ്മിനായി മാത്രം ജീവിക്കുക, മുനാഫിഖായി ജീവിക്കാതിരിക്കുക. ഇന്നൽ മുനാഫിഖീന ഫിദ്ദർകിൽ അസ്ഫലി മിനന്നാർ, തീർച്ചയായും മുനാഫിഖീങ്ങൾ നരകത്തിന്റെ ഏറ്റവും താഴെ തട്ടിലായിരിക്കും. കരക്കയറാൻ പറ്റൂല. ഏറ്റവും താഴെ തട്ടിലെ ശിക്ഷ അനുഭവിക്കുന്ന മുനാഫിഖീങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുന്നു ഊഹിച്ചു നോക്കേണ്ട പ്രിയപ്പെട്ടവരെ. മാത്രവുമല്ല, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടുന്ന് ഖുർആനിലൂടെ ഈ ആയത്തുകളെല്ലാം വിശദീകരിക്കുന്ന സമയത്ത് അവിടുന്ന് പറയുന്നുണ്ട്, നരകക്കാർ വന്ന് ചോദിക്കും മലക്കുകളോട്, ഒരല്പസമയത്തേക്ക് ഞങ്ങളെ ഒന്ന് പുറത്തേക്ക് മാറ്റിത്തരുമോ, ഞങ്ങൾക്ക് ഒന്ന് കുളിര് കൊള്ളാൻ, ഒന്ന് തണുപ്പ് കിട്ടാൻ കുറച്ചു സമയത്തേക്ക് പുറത്തേക്കൊന്ന് മാറ്റിത്തരൂ. മലക്കുകൾ ചോദിക്കുന്ന ചോദ്യം, അലം യഅതികും നദീർ, ദുനിയാവിൽ നിങ്ങൾക്ക് താക്കീത് വന്നില്ലേ? ഇതൊന്നും ഉപദേശം കിട്ടിയില്ലേ? ഖുർആൻ നിങ്ങൾക്ക് മനസ്സിലായില്ലേ? നിങ്ങൾക്ക് ഇതൊന്നും താക്കീത് വന്നില്ലേ? ഖാലൂ ബലാ ഖദ് ജാനാ നദീർ ഫകദ്ദബ്നാ, ഉപദേശമൊക്കെ വന്നിരുന്നു, ആ ഖുത്ബയൊക്കെ കേട്ടിരുന്നു, വഅദൊക്കെ കുറെ കിട്ടിയിരുന്നു, ഞങ്ങളതൊക്കെ നിസ്സാരമായി കണ്ടു, ഞങ്ങളതൊക്കെ തള്ളിക്കളഞ്ഞു, അതൊന്നും നമ്മളെ ബാധിക്കൂല എന്നുള്ള തോന്നലായിരുന്നു. അപ്പോൾ മലായികത്തുകൾ പറയും, നിങ്ങൾക്ക് ശിക്ഷ നിർബന്ധമായി, ഞങ്ങൾക്കൊരു ഇളവും തരാൻ കഴിയില്ല. അള്ളാഹുവിന്റെ നരകത്തെക്കുറിച്ച് ഭയപ്പാടോടെ അവിടേക്ക് എത്തിപ്പെടുന്ന എല്ലാ തിന്മകളെയും സൂക്ഷിക്കുക. ഇത്തഖുന്നാറ വലൗ ബിശിഖ്ഖി തംറത്തിൻ, ഒരീത്തപ്പഴത്തിന്റെ ചീളെങ്കിലും കൊടുത്ത് നരകത്തെ സൂക്ഷിച്ചോളൂ എന്ന വാചകത്തെ മനസ്സിൽ ഉറപ്പിച്ചിട്ട് നല്ലവണ്ണം അള്ളാഹുവിനോട് പശ്ചാത്തപിച്ച് ഖേദിച്ചു മടങ്ങുക. ജീവിതത്തിലുടനീളം സൽക്കർമ്മങ്ങളുമായി മുന്നോട്ട് പോവുക. റബ്ബിൽ നിന്നുള്ള സുരക്ഷിതമായ സ്വർഗത്തിന്റെ സന്തോഷത്തിന്റെ എല്ലാ സുഖങ്ങളുടെയും ആനന്ദങ്ങളുടെയും ലോകമായ സ്വർഗത്തിന് വേണ്ടി മോഹിക്കുക, പ്രാർത്ഥിക്കുക, തവക്കുൽ ചെയ്യുക. അള്ളാഹു നമ്മളെ എല്ലാം ഈമാനോടെ ജീവിച്ചു മരിക്കാനും സ്വർഗത്തിന്റെ അഹ്ലുകാരാവാനും നരകത്തിൽ നിന്ന് രക്ഷപ്പെടുന്നവരായി മാറാനുമുള്ള തൗഫീഖ് അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ ഒരുപാട് സഹോദരങ്ങൾ പല പ്രയാസങ്ങളിലായി ദുആ കൊണ്ട് വസിയത്ത് പറഞ്ഞവരുണ്ട്, അള്ളാഹുയുടെ പ്രയാസങ്ങൾ മാറ്റിക്കൊടുക്കുമാറാകട്ടെ. രോഗികളായ സഹോദരങ്ങളുണ്ട്, അള്ളാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ട നമ്മുടെ കുടുംബത്തിലും ബന്ധുക്കളിലുമൊക്കെ മരണപ്പെട്ടു പോയവരുണ്ട്, അള്ളാഹുവേ നീ അവർക്കെല്ലാം മഗ്ഫിറത്തും മർഹമത്തും നൽകണമേ. ഞങ്ങളുടെ ജീവിത മേഖലകളിലെല്ലാം ഖൈറും ബറക്കത്തും നൽകണമേ. എല്ലാവിധ മുസീബത്തുകളിൽ നിന്നും കാവൽ നൽകണമേ. എല്ലാവിധ അപകടങ്ങളിൽ നിന്ന്, ദുരന്തങ്ങളിൽ നിന്ന്, കഷ്ടപ്പാടുകളിൽ നിന്ന് ഞങ്ങൾക്ക് നീ സുരക്ഷ നൽകണമേ റഹ്മാനേ. അള്ളാഹുവേ ഞങ്ങളുടെ മക്കളെയും കുടുംബത്തെയും കൺകുളിർമയുള്ളവരാക്കി തരണമേ. അള്ളാഹുവേ ഞങ്ങളുടെ ജീവിത മേഖലകളിൽ, സാമ്പത്തിക മേഖലകളിൽ ബറക്കത്ത് നൽകണമേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത്ത്. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. توفنا مسلمين وألحقنا بالصالحين. وصلى الله على نبينا محمد والحمد لله رب العالمين.